നമസ്കാരം, ഗുരുവായൂർ ബൊട്ടിക്സ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. നിരവധി പേരാണ് പൊങ്കാല ഇടാനായിട്ട് ആറ്റുകാൽ ഭഗവതിയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്യുന്നവരും കുറവല്ല. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രോത്സവം 4ാം ദിവസമാണ്. അതുകൂടാതെ ഇന്ന് ചന്ദ്രഗ്രഹണം കൂടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലത്തെ ചടങ്ങുകളൊക്കെ സാധാരണ പോലെ തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രനട വൈകിട്ട് 6 മണിക്ക് അടയ്ക്കും. പിന്നെ രാത്രി 7:15 നട തുറക്കുക, ഗ്രഹണമൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ സാധാരണ പോലെ തന്നെയായിരിക്കും കേട്ടോ. ഈ അത്താഴപൂജയുടെ നേദ്യങ്ങളായിട്ടുള്ള അപ്പവും അടയും അവിലൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ വൈകിട്ടത്തെ പകർച്ചയും പ്രസാദകൂട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അതാണ് ചന്ദ്രഗ്രഹണം ആയതുകൊണ്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്രമീകരണങ്ങൾ. ബാക്കി പരിപാടികളൊക്കെ സാധാരണ പോലെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. പുറത്തും എല്ലാ സ്റ്റേജുകളിലും വളരെ വിശേഷമായിട്ടുള്ള നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന പ്രോഗ്രാമുകളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഇന്ന് KS ചിത്രയുടെ ഭക്തിഗാനമേളയുണ്ട് കേട്ടോ. നമ്മുടെ ചിത്രാമ്മ ഇന്ന് വരുന്നുണ്ട്. രാത്രി 8 മണിക്ക് വൈഷ്ണവ വേദിയിലാണ് ചിത്രാമ്മയുടെ ഗാനമേള ഉള്ളത്. ഗുരുവായൂരപ്പൻ്റെ നിരവധി പാട്ടുകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കണ്ടു ഞാൻ കണ്ണനെ എന്നൊക്കെ പറഞ്ഞ പാട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കും. അതിന്ന് കണ്ട് ആസ്വദിക്കാനും നമ്മുടെ ചിത്രാമ്മയുടെ ആ ഒരു സ്വരമാധുരിയിൽ ഭഗവാന്റെ പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ചിത്രാമ്മയുടെ ഗാനമേളയുണ്ട്. അതാണ് ഒരു പ്രത്യേകതയായിട്ട് ഇന്ന് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഗുരുവായൂരിലെ ഇന്നത്തെ ആഘോഷങ്ങൾ, ഇന്നത്തെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മളിന്ന് കഞ്ഞി കുടിക്കാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഞ്ഞിക്കുടിയുടെ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും മനസ്സ് നിറയെ വയറ് നിറയെ കഞ്ഞി കുടിച്ചോളൂ കേട്ടോ. ഹലോ മഹേഷ് 21 കേട്ടോ. ഇവിടെ ഒരാൾ വേണമല്ലോ. ഒരാൾക്ക് കാണാറുണ്ട് കേട്ടോ. കൊട്ടുമ്പോൾ
അല്ലല്ല പോയിക്കോളൂ. സ്ഥിരം കാണാൻ അപ്പോൾ എല്ലാവരുടെയും മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിരവധി പേര് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നും പലരും വരുന്നുണ്ട്. വരാൻ സാധിക്കാത്തവർക്കൊക്കെ വരാനായിട്ട് സാധിക്കട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ കഞ്ഞിയും പുഴുക്കും ഒക്കെ കഴിക്കാനായിട്ടുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കഞ്ഞിയെക്കുറിച്ച്. ഇനി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം കൂടെ പറയണ്ടേ. ഇന്നലെ നമ്മുടെ ഉണ്ണി ഊഞ്ഞാലിലാടുന്ന ഒരു പൊന്നുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോഴേ അവിടെ യശോദാമ്മയും നമ്മുടെ ഉണ്ണിക്കണ്ണനും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. യശോദാമ്മയുടെ അടുത്ത് വന്നിട്ടേ ഉണ്ണി ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ യശോദാമ്മ ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തൊക്കെ കാഴ്ചകളാണ് ഉണ്ണി കണ്ടത്, എവിടെയൊക്കെ പോയി ഇന്ന് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഭഗവാൻ കുറച്ച് സങ്കടത്തിലാണ് കേട്ടോ പറയണേ. അമ്മേ എൻ്റെ കാല് കുടഞ്ഞിട്ട് വയ്യ, നല്ല വേദനയുണ്ട്, ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്നാ ചോദിക്കുന്നത് യശോദാമ്മയുടെ അടുത്ത്. അപ്പോൾ എന്താ ഉണ്ണി പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി പറയണേ, ഞാനിവിടെ ഉത്സവമൊക്കെ അല്ലേ, എല്ലായിടത്തും ഓടി നടക്കുക. രാവിലെ തന്നെ ഞാൻ അവിടെ ആ നന്ദനത്തിൻ്റെ അവിടെയും വൃന്ദാവനത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അമ്മമാരുടെയും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള തിരുവാതിരക്കളിയൊക്കെ ഉണ്ട് അമ്മേ. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കണ്ടു, അവരുടെ കൂടെയൊക്കെ 2 സ്റ്റെപ്പ് ഇട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശീവേലിയുടെ സമയമായത്. അപ്പം ഞാൻ പിന്നെ ഓടി വന്നു. പിന്നെ ശീവേലിക്ക് പുറകെ ആനയുടെ വാലൊക്കെ പിടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യൂ കോംപ്ലക്സിൻ്റെ അവിടേക്കൊക്കെ പോയി. എന്നെ കാണാനായിട്ട് എത്ര പേര് അമ്മയെ വന്നിരിക്കണേ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ അവിടെ മേൽപ്പത്ത് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ പോയി. അവിടെ കുറേ പരിപാടികൾ നടക്കണില്ലേ, അവിടേക്കൊക്കെ ഞാൻ തന്നെ വേണ്ടേ ചെല്ലാനായിട്ട്. പിന്നെ കഞ്ഞി കുടിക്കണേൻ്റെ അവിടെ ബഹളം കണ്ടപ്പോൾ അവിടെ പോയി. എല്ലാവർക്കും വയറ് നിറച്ച് തൃപ്തിയാകുന്ന രീതിയിൽ കഞ്ഞിയൊക്കെ എല്ലാവരും വിളമ്പി കൊടുക്കണില്ലേ, ഇതൊക്കെ ഞാൻ കാണാൻ പോയി. പിന്നെ കലവറയുടെ അവിടെ എല്ലായിടത്തും ചുറ്റി നടന്നിട്ട് എൻ്റെ കാലൊക്കെ ഇതാ വേദനിക്കുന്നു. അമ്മ എനിക്ക് കുറച്ച് നേരം ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്നാണ് യശോദാമ്മയുടെ അടുത്ത് ഉണ്ണി വന്ന് പറയണതേ. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, സാരമില്ല ഉണ്ണി, അമ്മ അതിനുള്ള ഒരു സൂത്രമൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഊഞ്ഞാലിട്ട് കൊടുത്തിരിക്കുക നമ്മുടെ ഭഗവാന്. അതും നല്ല നീളത്തിലെ കയറൊക്കെ കെട്ടിയിട്ടുള്ള, വള്ളിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഊഞ്ഞാല്. അപ്പോൾ ഈ നീളത്തിൽ ഇങ്ങനെ വള്ളി കെട്ടിക്കഴിഞ്ഞാൽ വളരെ ദൂരേക്ക് ഇങ്ങനെ ഉയർന്ന് പൊങ്ങാൻ പറ്റും ആ ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ആട്ടിക്കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉയരത്തിൽ പോയി കഴിഞ്ഞാലോ എല്ലാ കാഴ്ചകളും നമ്മുടെ ഉണ്ണിക്ക് കാണാൻ പറ്റും. ഒറ്റാട്ടം അങ്ങോട്ട് അടിക്കഴിഞ്ഞാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കാണാലോ, എല്ലാ കാഴ്ചകളും നമ്മുടെ ഉണ്ണിക്ക് സുഖമായിട്ട് കാണാം. അതിന് വേണ്ടിയിട്ടാണ് പൊന്നൂഞ്ഞാല് യശോദാമ്മ കെട്ടിക്കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, ഇനി കാഴ്ചകളും കാണാം, കാലൊന്നും വേദനിക്കും ചെയ്യില്ല ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടിക്കൊടുക്കുക. ഉണ്ണിയാണെങ്കിലോ നല്ല സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് ഊഞ്ഞാലാടുക. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടി ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവാന്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്കൊരു കഥ കേൾക്കാട്ടോ. പാർവതിയുടെയും പരമേശ്വരുടെയും ഒരു കഥയാണ്. വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തി, നമുക്ക് നല്ല വിശ്വാസം വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരിക്കൽ പാർവതിയും പരമേശ്വരനും കൂടെ അവരിങ്ങനെ ഇരിക്കുക കൈലാസത്തിൽ. അപ്പോൾ പാർവതി ഒരു സംശയം ചോദിച്ചു. കാരണം ഈ ഗംഗാ നദിയിലെ നിരവധി പേരാണ് ഓരോ ദിവസവും വന്നിട്ട് സ്നാനം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന എല്ലാവരുടെയും പാപങ്ങൾ കഴുകി കളയുന്നുണ്ടോ? എല്ലാവരും സ്നാനത്തിന് ശേഷം പുണ്യാത്മാക്കളാകുന്നുണ്ടോ? അതാണ് പാർവതി ദേവിയുടെ ഒരു സംശയം. അത് മഹാദേവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. കാരണം വരുന്നവരുടെ എല്ലാവരുടെയും പാപമൊന്നും കഴുകി കളയില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ
ഒന്നാമത്തേത് നല്ല വിശ്വാസം വേണം. വിശ്വാസത്തോടു കൂടി വേണം എന്ത് കർമ്മങ്ങളും ചെയ്യാനായിട്ട്, ഭഗവത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ നമ്മളവിടെ മുങ്ങി കുളിച്ചു എന്നിട്ട് പിന്നെയും പോയിട്ട് പാപങ്ങൾ ചെയ്യാനൊന്നും പാടില്ല. പിന്നെ തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണം. ഇതൊക്കെ മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പാപങ്ങളൊന്നും കഴുകി പോകില്ല എന്ന് പറഞ്ഞു. പാർവതി ദേവിക്ക് പിന്നെയും സംശയം. അപ്പം മഹാദേവൻ പറഞ്ഞു, അത് നേരിട്ട് കാണിച്ചു തരാം. അങ്ങനെയാണല്ലോ, ഉദാഹരണ സഹിതം കണ്ടു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ട് പാർവതിയും മഹാദേവനും കൂടെ ഭൂമിയിലേക്ക് എത്തി. ഇനി അവിടെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അവിടെ ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, കേളു എന്നാണ് പേര്. അദ്ദേഹമാണെങ്കിൽ നല്ല വലിയ ശരീരത്തോട് കൂടിയിട്ട് നല്ല എണ്ണ കറുപ്പൊക്കെയാണ്, പല്ലൊക്കെ ഉന്തിയിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമൊക്കെയാണ് ഈ കേളുവിന്. പക്ഷെ ശുദ്ധനാണ്, പാവാണ് കേട്ടോ. അങ്ങനെ വിദ്യാഭ്യാസം ആണെങ്കിൽ അതുമില്ല, അതായത് പഠിക്കാനൊന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ അറിവുകളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ അറിയുള്ളൂ. ആ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇപ്പം കേളു ആണെങ്കിലോ കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, 40-45 വയസ്സൊക്കെ കേളുവിനുണ്ട്. ജോലി ചെയ്യുന്നതേ ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെ അവിടുത്തെ പുറം പണികളൊക്കെയാണ് ചെയ്യുന്നത്. ചെറുപ്പം മുതൽ അവിടെയാണ്, അതായത് മാതാപിതാക്കൾ അവിടുത്തെ പണികളൊക്കെ ആയിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് കേളു ജനിച്ചപ്പോൾ അവിടെയാണ് കാണുന്നത്. അവിടുത്തെ പണികളൊക്കെ ഇങ്ങനെ എടുത്തു പോകണം. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ എന്തെങ്കിലും കിട്ടും, അതൊക്കെ കഴിക്കുക, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ട് കൂടിയിട്ട് കിടന്നുറങ്ങുക. അതാണ് ജീവിതം. അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും കേളു എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ എന്നും ഇവിടെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, ബ്രാഹ്മണൻ്റെ വീട്ടിൽ. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഇടയ്ക്ക് പുറത്തൊക്കെയൊക്കെ പോകും, എവിടേക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും തീർത്ഥാടനത്തിന് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ധാരാളം പശുക്കളുണ്ട്. ഒരു 10-100 പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ തൊഴുത്തിൽ. വലിയൊരു തൊഴുത്തൊക്കെയാണ്. അപ്പോൾ ഈ പശുക്കളെ നോക്കാനായിട്ട് കേളുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ പോകുകയാണ്, അപ്പോൾ പശുക്കളെ ദിവസവും നേരത്തെ എണീറ്റ് കുളിപ്പിക്കുകയൊക്കെ വേണം, അവിടെയൊക്കെ വൃത്തിയാക്കണം. എന്നിട്ട് അവർക്ക് അതിന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കണ്ടേ, പുല്ലൊക്കെ കഴിക്കണ്ടേ, അത് അവിടെ ഉള്ളത് കൊടുക്കണം. പിന്നെ പുല്ലൊക്കെ കഴിക്കാനായിട്ട് പറമ്പിലുകളിലെ അല്ലെങ്കിൽ കാടുകളിലെ ഇത് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകണം. എന്നിട്ട് കുഴപ്പമൊന്നും കൂടാതെ അവരെ തിരികെ കൊണ്ടുവരണം. അതാണ് കേളുവിൻ്റെ ജോലി. അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാ ദിവസവും ഈ പശുക്കളെ ആയിട്ട് 10-100 പശുക്കളുണ്ട് കേട്ടോ. ഒരൊറ്റ ആളാണ് അതിനൊക്കെ മേയ്ക്കാനായിട്ടുള്ളത്. അത് നമ്മുടെ കേളുവാണ്. ഇങ്ങനെ പോകും, കാട്ടിലേക്കൊക്കെ പോകും, അങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകും. എന്നിട്ട് ഇവരെ കൊണ്ട് അതൊക്കെ തീറ്റിക്കും, തിരികെ കൊണ്ടുവരണം. അപ്പോൾ ഈ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഈ പശുക്കൾ ചിലറ്റങ്ങൾക്ക് ഒരു അനുസരണക്കേടൊക്കെ കാണിക്കും. അവർ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും. അപ്പോൾ ഈ കേളുവിനെ ദേഷ്യം വരും ചെയ്യും. കാരണം ഇത്രയും പശുക്കളെ സന്ധ്യ ആവുമ്പോഴേക്കും കൊണ്ടുപോകണേ. അപ്പോൾ അതിൽ ഒരാൾ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ സമയമൊക്കെ വൈകല്ലേ, ഇത് പിന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വേണ്ടേ വരാനായിട്ട്, തിരികെ വരാനായിട്ട്. അങ്ങനെ ഇതേപോലെ ഒരു ദിവസം ഒരു പശു വിളിച്ചപ്പോൾ വന്നില്ല. ശരിക്കും അത് അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു ഇതിൻ്റെ മെക്കാനിക്കായിട്ടേ. ആ വടി കൊണ്ട് നല്ലൊരു അടി വെച്ച് കൊടുത്തു ഈ പശുവിനെ. അത് മർമ്മത്താ കൊണ്ടേ. അപ്പോൾ എന്തായി, മർമ്മത്ത് കൊണ്ടു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും. ആ പശു അപ്പോൾ തന്നെ ചത്തു. കേളു ഞെട്ടിപ്പോയിട്ടോ. എന്നാൽ കേളുവിന് അതിന് സങ്കടമല്ല തോന്നിയത്, ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ചാവൂ, അങ്ങനെ തോന്നിയത്. അപ്പോൾ പിന്നെ ആ ഒരു സ്ഥാനം നോക്കി വെച്ചു. കേളു വിചാരിച്ചതാ, ഇനിയിപ്പോൾ ഇതിനെ നോക്കണ്ടല്ലോ, ഇതിനെ ഇവിടെ ഇട്ടിട്ട് പോകാം, ബാക്കിയുള്ളതിനെ കൊണ്ടുപോയാൽ മതിയല്ലോ എന്നാണ് കേളു ചിന്തിച്ച് ആ സ്ഥാനം നോക്കി വെച്ചുകൂട്ടെ, എവിടെ അടിച്ചാലാണ് മരിച്ചു പോകുക എന്നുള്ളത്. എന്നിട്ട് പിറ്റേ ദിവസവും ഇതുപോലെ അതിനെ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസവും പശുക്കളെ മേയ്ക്കാനായിട്ട് വന്നു. അപ്പോഴും ഇതുപോലെ അനുസരണക്കേട് കാണിക്കുന്ന പശു ഉണ്ടെങ്കിൽ അതിന് ആ ഒരു സ്ഥാനത്ത് അടി കൊടുക്കും, അതും അവിടെ മരിച്ചു വീഴും. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിയും തോറും പശുക്കളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വന്നു കേട്ടോ. പക്ഷെ കേളതൊന്നും കാര്യമാക്കിയില്ല. 100 ഉണ്ടായിരുന്നു, മേയ്ക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാ. കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പശുക്കളെ നോക്കിയാൽ പോരെ, അവരെ മാത്രം സംരക്ഷിച്ചാൽ പോരെ. ആ ചിന്തയാണ് കേളുവിന് വന്നത്. കാരണം അത്രയ്ക്ക് ബുദ്ധിയുള്ളൂ, അത്രയ്ക്ക് അറിവുകളെ കേളുവിലുള്ളൂ. ആ അറിവ് വെച്ചിട്ടാണ് ഇതൊക്കെ കാണിച്ചു വെക്കുന്നത്. അങ്ങനെ കുറച്ച് പശുക്കളായിട്ട് ഒരു 10-20 പശുക്കളായി, 100 എണ്ണം കുറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പശുക്കളുടെ എണ്ണം കുറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ തിരികെ വന്നു. അങ്ങനെ നോക്കിയപ്പോൾ തൊഴുത്തൊക്കെ കാലിയിട്ടിരിക്കണു, പശുക്കളുടെയൊക്കെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഈ കേളുവിനെ കാണുമ്പോഴാണെങ്കിലോ പശുക്കൾക്കൊരു പേടി വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേളുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്താ കേളു ഞാൻ ഈ കാണണേ, എന്താ ഇവിടെ ഇപ്പം ഉണ്ടായേ, പശുക്കളുടെയൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ പേടിയുണ്ടല്ലോ നിന്നെ കാണുമ്പോൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ കേളു സത്യസന്ധനാണ്, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതേ പശു അനുസരണക്കേട് കാണിച്ചപ്പോൾ ഞാൻ നല്ല തല്ല് വെച്ചു കൊടുത്തു, അപ്പോൾ ആ പശു ചത്തുപോയി. അങ്ങനെ ബാക്കിയുള്ള പശുക്കളൊക്കെ ചത്തുപോയി, അതാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ തലയിൽ കൈ വെച്ചു കേട്ടോ. ഓ എന്തൊരു പാപ നീ ചെയ്തു കൂട്ടി, അതും ബ്രാഹ്മണന്റെ പശുക്കളെയൊക്കെ കൊന്നില്ലേ, ഇതിന്റെ ആ ഫലം നീ അനുഭവിക്കേണ്ടി വരില്ലേ, നീ പാപിയായില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും കേളുവിന് മനസ്സിലായില്ല എന്താണ് ഈ പാപം, പുണ്യം, സ്വർഗം, നരകം, ഇതൊന്നും കേളുവിന് അറിയില്ല.
അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, അതെ, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പാപം ചെയ്തു എന്നാണ് പറയുക. അപ്പം നരകത്തിലേക്കാണ് പോകേണ്ടി വരിക. അവിടെ വളരെ ദുഷ്കരമായിട്ടുള്ള ജീവിതമായിരിക്കും, അഗ്നിയിലൊക്കെ ആയിരിക്കും. പിന്നെ പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ, അപ്പോൾ സ്വർഗത്തിലേക്കാണ് പോവുക, അവിടെയാണ് സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. നീ പാപം ചെയ്തുകൊണ്ട് നീ നരകത്തിലേക്കാണ് പോകുള്ളൂ എന്ന് ഈ കേളുവിൻ്റെ അടുത്ത് ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പോൾ കേളുവിന് ആകെ സങ്കടമായിട്ടോ, കാരണം നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഇമാതിരി കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ എന്ന് ആലോചിച്ചപ്പോൾ, അപ്പോൾ ഞാനിതിന് എന്തൊരു പരിഹാരം ചെയ്യണ്ടേ, അങ്ങ് തന്നെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. കേളുവിനൊന്നും അറിയില്ല. അപ്പം ഇദ്ദേഹം ജ്ഞാനിയാണ്, അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഗംഗയിൽ പോയിട്ട് സ്നാനം ചെയ്താൽ മതി, നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഈ പാപങ്ങളൊക്കെ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ കേളു ഗംഗാ സ്നാനത്തിനായിട്ട് പോവുകയാണ്. കയ്യിലൊന്നും എടുക്കാനൊന്നുമില്ല, ഒന്ന് ഉടുത്തത് മാറാനായിട്ടൊരു തോർത്തുമുണ്ടൊക്കെ കൈ പിടിച്ചിട്ടുള്ളൂ. അതുമായിട്ട് ഗംഗാ തീരത്തെത്തി. അപ്പം അവിടെ വേറെയും പലരും സ്നാനത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേളു ഇങ്ങനെ കുളിക്കാനായിട്ട്, അവിടെ മുങ്ങി കുളിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് പാർവതിയും പരമേശ്വരനും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അവർ പെട്ടെന്ന് വേഷം മാറിയിട്ട് അങ്ങോട്ടേക്ക് എത്തി. നന്നേ പ്രായമായിട്ടുള്ള ഒരു വയസ്സനായിട്ടുള്ള ഒരു പിതാവും ഒരു അമ്മയും, വയസ്സായിട്ടുള്ള ഒരു അമ്മയും കൂടിയിട്ടാണ് ആ ഒരു വേഷത്തിലാണ് അവരെത്തിയത്. അവർക്ക് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്കും സ്നാനം ചെയ്യണം, അതിനാണ് അവരെത്തിയിരിക്കുന്നത്. അങ്ങനെ കേളു ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ, അത് മഹാദേവനാണ്, വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ വേഗം തന്നെ ആ ഗംഗയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് മുങ്ങുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിടി അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വിട്ടുപോകുക എന്ന് പറയില്ലേ, അവിടെ ഇങ്ങനെ മുങ്ങിത്താവാനായിട്ട് തുടങ്ങി. അപ്പോൾ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, അപ്പോൾ ശ്വാസമൊന്നും കിട്ടണില്ല, ആകെ വെപ്രാളപ്പെട്ടിട്ട്, അതായത് മരണവെപ്രാളം കാണിക്കുക എന്ന് പറയില്ലേ, അതേപോലെ അതൊക്കെ അഭിനയമാണ് കേട്ടോ, മഹാദേവൻ കാണിച്ചു തരികയാണ് ഓരോരോ കാര്യങ്ങളായിട്ട്. അങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ പാർവതി ദേവി അടുത്ത് നിന്നിട്ട് ഉറക്കേനെ അലമുറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. കാരണം തൻ്റെ ഭർത്താവാണ് ആ വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കണതേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഓടി വന്ന് രക്ഷിക്കൂ എന്നാണ് ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേളും കേൾക്കുന്നുണ്ട്, ബാക്കി അവിടെ കൂടിയിട്ടുള്ള വേറെ മറ്റു ചിലരും സ്നാനത്തിനായിട്ട് വന്നിട്ടുണ്ട്, അവരും കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നീന്തലൊക്കെ അറിയാവുന്ന ധാരാളം പേരുണ്ട്. അവരിങ്ങനെ ഓടി വന്നിട്ട് ഗംഗയിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് ഇദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, അയ്യോ ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ പറഞ്ഞു, നിങ്ങളിലെ പാപങ്ങളൊക്കെ പോയിട്ടുള്ളവർ, തീർന്നിട്ടുള്ളവർ മാത്രമേ അദ്ദേഹത്തെ തൊടാനായിട്ട് പാടുള്ളൂ. ഗംഗയിൽ മുങ്ങിക്കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം തീരുമല്ലോ. അങ്ങനെ പൂർണ്ണമായിട്ടും എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായവർ മാത്രമേ അദ്ദേഹത്തെ തൊടാനായിട്ട് പാടുള്ളൂ. ഇപ്പം അല്ലാത്തവർ തൊട്ട് കഴിഞ്ഞാൽ ഉടനടി അദ്ദേഹം മരണപ്പെടുമെന്ന് പാർവതി ദേവി പറഞ്ഞു. പാർവതി ദേവി പറഞ്ഞാൽ വൃദ്ധയായിട്ടുള്ള അമ്മ, ആർക്കും അറിയില്ല അത് പാർവതിയും പരമേശ്വരനാണെന്ന്. അങ്ങനെ പറഞ്ഞു. അപ്പം എല്ലാവരും ഒരടി പിറകിലേക്ക് വെച്ചു. കാരണം അവർക്കൊക്കെ സംശയമായി, തങ്ങൾ മുങ്ങിക്കഴിഞ്ഞിട്ട് തങ്ങളുടെ പാപങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമോ, അങ്ങനെ ഒരു സംശയം വരില്ലേ, ഇതൊക്കെ പോയി ഉണ്ടാവുമോ എന്നൊരു സംശയം. ഇനിയിപ്പോൾ പോയില്ലെങ്കിലോ തങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ആ വൃദ്ധൻ മരണപ്പെടും, അപ്പോൾ അവർക്ക് സങ്കടാവില്ലേ. എല്ലാവരും ഒരടി പിറകിലേക്ക് നിന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് കേളു അവിടെ നിൽക്കും കേട്ടോ. കേളുവിന് എന്താ അറിയുക, എന്താ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ പാപങ്ങൾ മുങ്ങും, എല്ലാം പോയി കിട്ടും എന്നാണ് കേളുവിനറിയാം. കേളു വേഗം ആ തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ട് ഗംഗാ നദിയിലേക്ക് ഇറങ്ങി നന്നായി ഒന്ന് മുങ്ങി നിവർന്നു. എൻ്റെ പാപങ്ങളൊക്കെ പോയി, ഇനി എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി കൈ പിടിച്ചിട്ട് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹത്തെ, ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ, മഹാദേവനെ കരക്കെത്തിച്ചു. എന്നിട്ട് ആ പാർവതി ദേവിയെ അമ്മയെ ഏൽപ്പിച്ചു. കേളു സന്തോഷമായിട്ട് നടന്നുപോയി, കാരണം പാപങ്ങളൊക്കെ തീർന്നല്ലോ. അങ്ങനെ എല്ലാവർക്കും ആശ്വാസമായി, കാരണം ഇദ്ദേഹം മരണപ്പെട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർക്കും ആശ്വാസമായി. അങ്ങനെ കേളു പോയി, എല്ലാവരും അവിടെ നിന്ന് പോയി. പാർവതിയും പരമേശ്വരനും കൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. കേളുവിന് പുറകെ മഹാദേവൻ കാണിച്ചു കൊടുക്കുകയാണ്, ആ പോകുന്ന മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും എന്ന് പറയാണ്. കാരണം എന്താ, അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. ഗംഗയിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാപവും പോകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. ബാക്കിയുള്ളവർക്കൊക്കെ സംശയമായിരുന്നു പാപം പോകുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തോടു കൂടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ സംശയത്തോടു കൂടി സമീപിക്കാനേ പാടില്ല. പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ സമീപിക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഭഗവാൻ കേൾക്കും, എല്ലാം ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നാണ്, എല്ലാ സമയത്തും ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് വിശ്വാസത്തോട് കൂടിയിട്ടാണോ ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും ഫലിക്കുന്നതാണ് പറയുക. നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു മന്ത്രം ചൊല്ലുകയാണ്, ഭഗവാന്റെ സ്തുതികൾ ചൊല്ലുകയാണ്, ശ്ലോകങ്ങൾ ചൊല്ലുകയാണ്, അതിപ്പോൾ ഒരുപാട് നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. അതൊന്നും വേണ്ട, നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ നാരായണ നാമം ചൊല്ലുകയാണ്, നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ടാണോ ചൊല്ലുന്നത്, അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് പറയുക. അപ്പോൾ എന്തിനും വിശ്വാസമാണ് ആദ്യത്തെ കാര്യം.
വിശ്വാസത്തോട് കൂടിയിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർക്ക് പിന്നെയും പറയണം, ഗുരുവായൂർക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഉത്സവങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വരാനായിട്ട് ശ്രമിക്കാം. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും, അങ്ങോട്ട് കൊണ്ടുവരും. ഭഗവാനെ കാണിക്കാനായിട്ട് ഈ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഉത്സവം കാണാനായിട്ട് വന്നോളൂ കേട്ടോ, ഗുരുവായൂർക്ക് വന്നോളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കഞ്ഞികുടിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. അതേപോലെ കഥകളും ഒക്കെ ആയിട്ട് നാളെ വരാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.